അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാക്കിറയുടെ ജീവിതം എന്തായി? ഷാക്കിറ അവളുടെ ഭർത്താവിൻ്റെയും രണ്ടാം ഭാര്യയുടെയും അമ്മായിയമ്മയുടെയും ഉപദ്രവത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടോ? അതെ, അവളെ അനിയത്തിമാർ കൂട്ടിക്കൊണ്ടു പോയതാണ്. ഇനി അവളുടെ ജീവിതം എന്തായി തീരും? അത് വീണ്ടും ആദ്യ ഭർത്താവും രണ്ടാം ഭാര്യയും അമ്മായിയമ്മയും അവളെ ഉപദ്രവിക്കുമോ? എന്തൊക്കെ തന്നെയാലും അവൾ ഇപ്പോൾ അവളുടെ അനിയത്തിമാരുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്താണ്. പുതിയ നാടും വീട് ഇത്തിരി പഴക്കമുണ്ട്. എന്നാലും പുതിയ വീട്ടിലേക്കുള്ള തങ്ങളുടെ താമസം മാറുന്ന അന്ന് 3 പെൺമക്കളും ഉമ്മയും ഉപ്പയും പിന്നെ റീമയുടെയും ഫെബിയുടെയും ഭർത്താവിൻ്റെ വീട്ടുകാരും പുതിയ അയൽവാസികളും പഴയ കുറച്ച് അയൽവാസികളും അടങ്ങുന്ന ചെറിയൊരു ഫംഗ്ഷൻ നടത്തി. അതെ, ഷാക്കിറയുടെ വീട്ടുകാർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ്. വിളിച്ചവരെല്ലാം മടങ്ങിപ്പോയി. ഉമ്മയും ഉപ്പയും 2 സഹോദരിമാരും ഭർത്താക്കന്മാരും ഷാക്കിറയും പിന്നെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളും മാത്രം ബാക്കിയായി. ഒരു ഗ്രാമപ്രദേശത്താണ് അവരെത്തിയത്. അവിടെ ബസ്സൊക്കെ കിട്ടണമെങ്കിൽ 10-15 മിനിറ്റ് നടക്കണം. സഹോദരിമാരും മക്കളും ഭർത്താവും 2 ദിവസം അവിടെ തങ്ങിയിട്ട് തിരിച്ചുപോയി. ഇപ്പോൾ ഉമ്മയും ഉപ്പയും ഷാക്കിറയും മാത്രമാണുള്ളത്. അതെ, തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷാക്കിറ. അനിയത്തിമാരെല്ലാം പോയി, അവരുടെ ഭർത്താക്കന്മാരും മക്കളും. ആ വീടിനോടിണങ്ങാൻ കുറച്ച് ദിവസം വേണ്ടി വന്നു ഷാക്കിറക്ക് എന്ന് തോന്നി. തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അനിയത്തിമാർ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആ പഴയ വീട്ടിൽ നിന്ന് ഒന്ന് മാറി താമസിക്കുക എന്നത്. തൻ്റെ വേദനകൾ നിറഞ്ഞ ഇന്നലെകൾ അറിയാവുന്ന ഒരു സ്ഥലത്താകുമ്പോഴേ നാട്ടുകാരിൽ നിന്നും അതിനെ പറ്റിയുള്ള ചോദ്യം ഉണ്ടാവും. അല്ലടേ, ഷാക്കിർ എന്തേ പോന്നു? ഓളെ പുതിയാപ്ല വേറൊരു പെണ്ണും കൂടിയും കെട്ടിക്കണില്ലേ? ആ, മക്കളില്ലാതായി കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ? അല്ലെങ്കിൽ തന്നെ മച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ ആ വേറൊരു കുട്ടിനെ തൊടാൻ വരെ പറ്റൂല. മച്ചിയാണ്, നമ്മളെ കുട്ടിനെ തൊടാൻ സമ്മതിക്കണ്ട, അങ്ങനെ വരെ പറയുന്ന ടീമുകളുമുണ്ട്. എന്തൊക്കെ തന്നെയാലും പഠിച്ചോൻ കാക്കട്ടെ. അങ്ങനെയുള്ള അതെ, പെണ്ണുങ്ങൾ വന്ന് ഓരോന്ന് ചോദിക്കും എന്ന് ഭയന്നത് കൊണ്ട് തന്നെ വീട് മാറുകയായിരുന്നു ഷാക്കിറയുടെ ഉമ്മയും ഉപ്പയും. ഇത്രയും വർഷം പുറത്തേക്കൊന്നും ഇറങ്ങാതെ ലോകപരിചയം കുറഞ്ഞത് കൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാൻ പോകാൻ ഷാക്കിറക്ക് ബുദ്ധിമുട്ട് തോന്നി. അതെ, ഇതുവരേക്കും സ്നേഹത്തോടെ തൻ്റെ ഭർത്താവ് തന്നെ നോക്കിയിരുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ പുറത്തിറങ്ങി ഫാഷൻ ഡിസൈനിങ് പഠിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്, എന്താ ചെയ്യുക? മാത്രമല്ല, തനിയെ വീട്ടിലെ കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ടുള്ള ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്കും ഒരു ബുദ്ധിമുട്ട് തോന്നി. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എത്ര വാങ്ങണമെന്നോ അതിൻ്റെ വില എത്ര ആണെന്നോ ഒന്നും അറിയില്ല. ഒരു സാധനത്തിന് തന്നെ പല കടകളിൽ പല വിലയായിരിക്കും എന്നുപോലും അറിയാത്ത ഷാക്കിറയെ എല്ലാം ഒന്ന് പരിശീലിപ്പിക്കാൻ ഉപ്പയെ പറഞ്ഞ് ഏൽപ്പിച്ചാണ് അനിയത്തിമാർ പോയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉപ്പ അവളെയും കൊണ്ടുപോകും. അതിപ്പോൾ പച്ചക്കറി ആയാലും പലചരക്കായാലും കുറച്ച് മതിയെങ്കിൽ പോലും അവളെ കൊണ്ടുപോകും. കാരണം എൻ്റെ കുട്ടിക്ക് അതൊക്കെ പഠിക്കേണ്ടതല്ലേ, അവളുടെ ജീവിതത്തിലേക്ക് ഇനി ആരും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി. ഉപ്പയെ തനിയെ പറഞ്ഞേക്കുന്നതിൽ ഉള്ള സമാധാനക്കേട് പോകുന്നതോടെ അവൾക്കും ഇല്ലാതെയായി. ഉപ്പ പോകുമ്പോഴും പേടിയാണ്, പഠിച്ചവൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് തന്നെ ഉപ്പയുടെ കൂടെ അവൾ ഇപ്പോൾ ടൗണിലേക്ക് പോകാറുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. പതിയെ പതിയെ ആ നാടിനോടും വീടിനോടും അയൽക്കാരോടുമെല്ലാം ഇണങ്ങി. വിവാഹം കഴിഞ്ഞത് ആണോ, ഭർത്താവ് എന്തു ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ അയൽക്കാരിൽ നിന്ന് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഡിവോഴ്സാണ്. അത് മാത്രം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു. പിന്നീട് അവരൊന്നും ചോദിച്ചില്ല. ഉമ്മയെയും ഉപ്പയെയും സംബന്ധിച്ച് ഷാക്കിറയുടെ ജീവിതം ഇങ്ങനെ ആയതിൽ വിഷമമുണ്ടെങ്കിലും തങ്ങളുടെ മകൾക്ക് ഒരു അബദ്ധം കൂടാതെ ഇവിടെ ഉണ്ടല്ലോ എന്ന സമാധാനത്തിലായിരുന്നു. അവിടെയാകുമ്പോൾ എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഇപ്പോൾ അവളെ കാണെങ്കിലും ചെയ്യാലോ. ആത്മഹത്യ ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ട്. ഭർത്താവിൻ്റെയും അമ്മായിമ്മയുടെയും പീഡനം സഹിക്ക വയ്യാതെ എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പഠിച്ചോനെ, ഞങ്ങളെ മോളെ നീ കാത്തു എന്നാണ് ആ ഉമ്മയും ഉപ്പയും വിചാരിക്കുന്നത് തന്നെ. ഞങ്ങളെ മോൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ, അവൾ മാതാപിതാക്കളോട് സ്നേഹമുള്ളവളാണ് എന്നൊരു സമാധാനമാണ് അവർക്ക്. എന്നാൽ അവൾക്ക് പുറത്തു പോയി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നണം. അത് ശീലമാകാത്തത് കൊണ്ട്. പുറത്ത് പോയി പഠിക്കാനുള്ള ഷാക്കിറയുടെ ഇഷ്ടക്കുറവ് കണക്കിലെടുത്ത്
അവളെ നല്ലൊരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിരുന്നു. ഇത്താത്ത, ഈ തുണി ഒന്ന് നോക്കിയേ, ഇതുകൊണ്ട് ഇങ്ങനെ അടിക്കാൻ പറ്റുമോ നോക്കിയേ, എനിക്ക് ഈ ഫാഷൻ ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു. അനിയത്തി റീമ തൻ്റെ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് മോഡൽ കാണിച്ചു കൊടുത്തു. റീമക്കായതുകൊണ്ട് തന്നെ അവൾക്ക് അതുപോലെ അടിച്ചു നോക്കാൻ പേടിയുണ്ടായിരുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ, തുണി നാശാവോന്ന് അറിയില്ല. കുഴപ്പമില്ലടി, എനിക്കല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പരിശ്രമിക്കാൻ പറ്റൂ. റീമ കൂടെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഷാക്കിറ അടിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷാക്കിറയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ റസിയ ആയിഷമ്മയുടെ കയ്യിൽ കുങ്കുമം ഇട്ട പാല് പിടിച്ചുകൊണ്ട് താഴത്തെ സ്റ്റെപ്പിൽ നിന്നും മുകളിലേക്ക് നോക്കി വിളിച്ചു. റസിയ, മാളിക മുകളിലാണ് മരുമകളെ, നല്ലോണം കുങ്കുമം ഇട്ടിട്ടുണ്ട് പാലില്. കാരണം ഗർഭസ്ഥ ശിശു നല്ലോണം ഗ്ലാമറുള്ള കുട്ടിയാകണം, ഓളും നന്നാവണം. റസിയയ്ക്ക് വിളി കേൾക്കണം എന്നുണ്ടെങ്കിലും അവളുടെ വാ മൂടപ്പെട്ടിരുന്നു. 5 മാസമായി റസിയയ്ക്കിപ്പോൾ. ഛർദിയും റെസ്റ്റും ഒന്നുമില്ലെന്ന് അറിഞ്ഞതിന് ശേഷം ആബിദ് ഒരു ദിവസം പോലും അവളെ വെറുതെ വിട്ടിട്ടില്ല. അതെ, അവളെ നല്ലോണം ആബിദ് മുതലാക്കുന്നുണ്ട്. പകലെന്നോ രാത്രിയെന്നോ ഇല്ല. അവൻ ലീവാകുന്ന ദിവസം പകലും അവൾക്ക് വയ്യെന്ന് പോലും നോക്കാതെ ഉള്ള അവൻ്റെ ശാരീരിക ആവശ്യം നിറവേറ്റും. അങ്ങനെയുള്ള ഒരു സമയത്താണ് ആയിഷ വിളിക്കുന്നത്. എടീ റസിയ. അതെ, അവൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. കാരണം തൻ്റെ ശരീരത്തിൽ ഭർത്താവാണ്. ഗർഭിണികൾ പകലുറങ്ങാൻ പാടില്ല പെണ്ണേ. അവൾക്കാണെങ്കിലോ എന്നും ഉറക്കും. പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞ് ഉറങ്ങിപ്പോവും. അവർ പിറുപിറുത്തുകൊണ്ട് കയ്യിലെ പാല് അടുക്കളയിൽ കൊണ്ടുപോയി മൂടി വെച്ചു. വരുമ്പോൾ വരട്ടെ, കോണിപ്പടി വരെ എത്തിച്ചിക്കണ്, ഇനി അങ്ങോട്ട് കയറാനാവില്ല. കുറച്ചായി കാലിന് വേദന തുടങ്ങിയിട്ട്, അതുകൊണ്ട് സ്റ്റെപ്പുകൾ കയറുന്നത് നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മകൻ്റെ തനി ഗുണം മനസ്സിലാക്കിയിരുന്നു ഐഷുമ്മ. കാരണം മകനും അവളെ വെറുതെ വിടുന്നില്ല. എന്തായാലും കാലിന് വേദന ആയത് നന്നായി, അല്ലെങ്കിലേ എന്തേക്കാര അവസ്ഥ. പ്രണയം നടിച്ച് അവനോടൊപ്പം കൂടുമ്പോൾ ഒരിക്കലും റസിയയുടെ മനസ്സിൽ അവൻ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. കാരണം എത്ര വയ്യെങ്കിലും അവൻ്റെ ആവശ്യം നിറവേറ്റുക എന്നത് മാത്രമായിരുന്നു അതെ അവൻ്റെ ഏക ഹോബി. അതൊരുപാട് സഹിച്ചതുമാണ് ഷാക്കിറ, ഒരുപാട്. അത് അവൾക്ക് റെസ്റ്റാണെന്ന് അറിഞ്ഞപ്പോൾ നേരെ ഷാക്കിറയുടെ അടുത്തേക്കായിരുന്നു പോയിരുന്നത്. എന്നിട്ട് അവളുടെ ഇഷ്ടമില്ലാതെ അവളെ നിർബന്ധിപ്പിച്ച് എന്തൊക്കെ ചെയ്യായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് റസിയയുടെ വയറും വലുതായി വന്നു. ആബിദിൻ്റെ ശാരീരിക ഉപദ്രവമല്ലാതെ ആ വീട്ടിലവൾക്ക് സുഖം തന്നെയായിരുന്നു. കാരണം ഐഷും അവളെ നിലത്ത് വെക്കാതെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ ആബിദ് വന്നാൽ എത്ര വയ്യാന്നുണ്ടെങ്കിലും വെറുതെ വിടൂല. അവൻക്ക് കിട്ടാനുള്ളത് അവൻക്ക് കിട്ടണം. ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നോ അതൊന്നും അവൻ നോക്കിയില്ല. അവൻക്ക് അവൻ്റെ സുഖം മാത്രമായിരുന്നു ലക്ഷ്യം. മറ്റു മരുമക്കളെ എല്ലാം വെറുപ്പിച്ച് ശത്രുക്കളെ സ്ഥാനത്ത് നിർത്തി അവർ റസിയുടെ ഗർഭം സംരക്ഷിച്ചു പോന്നു. തൻ്റെ വാക്ക് സത്യമാകാൻ പോകുന്നതിൻ്റെ സന്തോഷം. റസിയുടെ പ്രസവം കഴിഞ്ഞിട്ട് വേണം ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഷാക്കിറയോട് 2 വർത്താനം പറയാനേ. അതാണ് ആയിഷമ്മയുടെ മനസ്സിൽ. ഷാക്കിറ പോയതോടെ വീട്ടുജോലികൾ നടക്കുന്നില്ലെന്ന് കണ്ട അങ്ങനെ ഒരു പെണ്ണിനെ ജോലിക്ക് വേണ്ടി ഒരാളെ വെച്ചു. കാരണം മറ്റു മരുമക്കളൊന്നും ഷാക്കിറയെ പോലെ പണിയെടുക്കില്ല. മരുമക്കളെ അടക്കി ഭരിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഷാക്കിറയോട് ചെയ്യുന്നത് പോലെ ചെയ്താൽ മക്കൾ അവരെയും കൊണ്ട് വേറെ വീട്ടിലേക്ക് താമസം മാറ്റിയാലോ എന്നൊരു കുഞ്ഞു പേടി അവർക്ക് ഉണ്ടായത് കൊണ്ടാണ് ജോലിക്ക് ആളെ വെച്ചത്. അതെ, മരുമക്കൾ പണിയെടുക്കില്ലേ വേണ്ട, ആളെ വെക്കാം, എങ്കിലും നിങ്ങൾ വേറെ പോകരുത്. അതാണ് ആ ഉമ്മയുടെ ആഗ്രഹം. എന്നാൽ അങ്ങോട്ട് അവർ തനിക്ക് അങ്ങനെ ഒരു പേടിയുള്ളതെന്നും മരുമക്കൾ അറിയാതിരിക്കാൻ ശ്രമിച്ചു. റീമയും കുഞ്ഞും ഭർത്താവും ഗൾഫിലേക്ക് തിരിച്ചു പോയിട്ട് 3 മാസമായിരിക്കുന്നു. അതെ, ഷാക്കിറയുടെ അനിയത്തി. അവരുടെ തൊട്ടടുത്ത വില്ലയിൽ താമസിക്കുന്നത് തൃശ്ശൂരുള്ള ഒരു അച്ചായൻ ഫാമിലിയാണ്. ഫിലിപ്പ് അച്ചായൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അന്നമ്മ ചേട്ടത്തി സ്കൂൾ ടീച്ചറും. അവരുടെ ഒരേ ഒരു മോൾ ദിവ്യയുണ്ട്. എൻഗേജ്മെൻറ്റിന് നാട്ടിൽ വെച്ച് കഴിഞ്ഞതാണെങ്കിലും പയ്യനും ഫാമിലിയും അവരുടെ കുറച്ചപ്പുറത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഇവിടെയും ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്നിട്ട് 3 പേരും കൂടെ, അതായത് റീമയും മോനും ഭർത്താവും ഷാക്കിറയുടെ അനിയത്തിയും ഭർത്താവും അവരുടെ വില്ലയിലേക്ക് പോയി. അവിടെ ഒരു പാർട്ടിയാണെന്ന്.
ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്നവർ, അതെ, അവരുടെ ഫാമിലി, അടുത്ത് താമസിക്കുന്നവർ, എല്ലാമായി കുറച്ചധികം പേര് തന്നെ ഉള്ള വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു അത്. ഷാക്കിർ അടിച്ചു നൽകിയ ഡ്രസ്സിൽ ഒന്നിട്ടിട്ടായിരുന്നു അവൾ പോയത്. ഗൾഫിലേക്ക് പോയപ്പോൾ ഷാക്കിറ അടിച്ചു കൊടുത്ത ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചിരുന്നത്. പരിപാടിക്കും അതുതന്നെ അവൾ ഇട്ടു. പരിപാടിക്കിടയിൽ പലരും അവളുടെ ഡ്രസ്സിനെ പറ്റി ചോദിച്ച്, അല്ലടി പെണ്ണേ, ഇതെവിടെ നിന്നാ, ഈ ഡ്രസ്സ് എവിടുന്നാ, ഇതെവിടുന്ന തയ്ച്ചത്, റെഡിമെയ്ഡ് ആണോ, ഇതെവിടുന്ന് എടുത്തത്, ഓൺലൈനിൽ കിട്ടുമോ, അങ്ങനെ മറ്റുമുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവരൊക്കെ. തൻ്റെ സഹോദരി സ്റ്റിച്ച് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതുപോലെയുള്ള മോഡൽ ഡ്രസ്സ് കിട്ടണമെന്നായി. മാഷാഅല്ലാഹ്, വെരി ബ്യൂട്ടിഫുൾ, വെരി ക്യൂട്ട്. അതെ, അവിടെയുള്ളവരും പറഞ്ഞു, വാവ്, വെരി ഫാൻറ്റാസ്റ്റിക്, സൂപ്പർ ഡ്രസ്. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സിനെ കുറിച്ച് ഒരുപാട് അതാ അഭിപ്രായങ്ങളായി. ഞങ്ങൾക്കിതുപോലെ തയ്ച്ച് തരുമോ? അവൾക്ക് അടിക്കാൻ പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ അതെങ്ങനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ള ചോദ്യം ആണ് റീമ ചോദിച്ചത്. അത് അവൾക്ക് അടിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, ഓക്കെയാണ്, പക്ഷെ ഇങ്ങോട്ട് ഇനിയിപ്പോൾ എത്തിക്കാൻ. എന്നാൽ ഈ സമയം ആബിദ് തൻ്റെ സർവീസ് ഒന്ന് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി പുതിയൊരു ബസ് വാങ്ങി പെർമിറ്റ് എടുത്ത് ബസ് റൂട്ടും നിശ്ചയിച്ചു. അതെ, ഷാക്കിറയുടെ ഭർത്താവ് പുതിയ ബസ് എടുത്തു. ഈ ദിവസത്തിനിടയിൽ അവൻ ഷാക്കിറയെ ഓർത്തോ എന്ന് ചോദിച്ചാൽ, റസിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഷാക്കിറയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കും. അല്ലാതെ അവൾ പോയതിൽ ഇപ്പോൾ ദുഃഖമൊന്നുമില്ല. അതെ, ഷാക്കിറയാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് അവൻ മനസ്സിൽ കരുതും. അവളെപ്പോലെ സുന്ദരി തന്നെയാണ് റസിയയും. പക്ഷേ ഷാക്കിറയേക്കാൾ വയസ്സില്ലാത്തത് കൊണ്ട് പ്രായമില്ലാത്ത സുന്ദരിയായ ഭാര്യയെ എല്ലാവരുടെ മുമ്പിലും കാണിക്കാൻ അവന് ഇഷ്ടമേ ഉള്ളൂ. കണ്ടില്ലേ, ആബിദിൻ്റെ ഭാര്യ എന്ത് ഭംഗിയാ, പോരാത്തതിന് അവളാണ്. പെണ്ണ് കണ്ടില്ലേ, വന്ന് 1 മാസം മുമ്പ് തികയുന്നതിന് മുമ്പേ അവൻ്റെ ആഗ്രഹം നിറവേറ്റിയില്ലേ. മറ്റവൾ എത്ര വർഷം അവൻ്റെ കൂടെ കിടന്നു, എന്നിട്ട് ഒരു കുഞ്ഞിനെങ്കിലും കൊടുത്തോ? ആണുങ്ങൾ പരദൂഷണം പറയില്ല എന്നാണ് പൊതുവെ സംസാരം. എങ്കിലും ആണുങ്ങൾ ചായക്കടയിൽ ഒത്തുകൂടുമ്പോൾ പറയുന്നത് ഒന്നും പരദൂഷണമല്ലെന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ. എന്നാൽ ആബിദിനത് കേൾക്കുമ്പോൾ മുഖമൊന്ന് വിടരും. അവൻ്റെ ഭാര്യയെപ്പോലെ സുന്ദരിയായൊരു പെണ്ണ് അടുത്തൊന്നും ഇല്ല എന്നതാണ് അവൻ്റെ ഒരു അഹങ്കാരം. ആബിദിൻ്റെയും ഷാക്കിറയുടെയും റസിയുടെയും എല്ലാം ജീവിതത്തിലെ ഓരോ ദിവസവും ഏടുകളായി മറിച്ചുകൊണ്ടിരുന്നു. ഷാക്കിറക്ക് റീമയുടെ കെയർ ഓഫിൽ ഡ്രസ്സുകൾ ഓർഡർ കിട്ടിത്തുടങ്ങി. ഓരോരുത്തരുടെയും ടേസ്റ്റ് എന്താണെന്ന് അവൾക്ക് പറഞ്ഞു നൽകും. അവൾ അതിനനുസരിച്ച് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യും. ആരെങ്കിലും പോകുമ്പോൾ 5ഉം 6ഉം കൂട്ടുകൾ ഒന്നിച്ചു നൽകും. അങ്ങനെ ഷാക്കിറയുടെ ജീവിതവും മെച്ചപ്പെട്ട് തുടങ്ങി. അതെ, അവളുടെ ഡ്രസ്സ് കൂടുതലും സെയിലാകുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അവൾക്കും കയ്യിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഒരുപാട് സ്വപ്നമൊന്നും ഇല്ലെങ്കിലും ചെറുതല്ലാത്ത ഒരു തുക അവൾക്കും ലഭിക്കണമെന്നുണ്ടായിരുന്നു. പിന്നീട് വീട്ടുകാര്യവും സ്റ്റിച്ചിങ്ങും എല്ലാമായി അവളും തൻ്റെ ജീവിതത്തിലെ പുതിയ സാഹചര്യത്തിൽ ബിസിയായി തീർന്നു. മറ്റൊന്നും അവൾക്ക് ചിന്തിക്കാൻ ടൈമുണ്ടായിരുന്നില്ല. താൻ അനുഭവിച്ച ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആബിദിനെക്കുറിച്ചോ. അല്ലെങ്കിലും അതാലോചിക്കുമ്പോൾ മനസ്സിനുള്ളിലുള്ള സമാധാനമെല്ലാം നഷ്ടപ്പെടും എന്നറിയുന്നത് കൊണ്ട് തന്നെ അവൾ അവളുടെ സ്റ്റിച്ചിങ് ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. ഒരു ദിവസം ഷാക്കിറക്ക് കുറച്ച് മെറ്റീരിയൽ വാങ്ങാനുണ്ടായിരുന്നത് കൊണ്ട് അയൽ വീട്ടിലെ ദീപയെയും കൂട്ടി അവൾ അത് വാങ്ങുവാൻ വേണ്ടി പോയി. ദീപക്ക് 30 വയസ്സുണ്ട്. ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എടി ഷാക്കി, ഒരു ബസ് വരുന്നുണ്ടെടി. ദീപ ബസ് ചൂണ്ടി പറഞ്ഞതും ബസ് എടുത്ത് എത്തിയപ്പോൾ 2 പേരും കയറി. മുന്നിലെ നീളൻ സീറ്റിൽ 2 പേരും കൂടിയിരുന്നു. ടിക്കറ്റ്. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഷാക്കിറ 2 പേരുടെ ക്യാഷ് എടുത്ത് നീട്ടി. 2ഉം ആശുപത്രിപ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് നൽകിയിട്ടും വാങ്ങാതെ അതേ നൃത്തം നിൽക്കുന്ന കണ്ടക്ടറെ നോക്കിയവൾ. മോളെ, അയാൾ വിളിക്കുന്നത് കേട്ട് ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ആബിദും ഒന്ന് നോക്കി. ഈയടുത്ത് വാങ്ങിയ ബസ്സാണ്, പുതിയ റൂട്ടുമാണ്. അതുകൊണ്ട് തന്നെ രാഘവേട്ടന് ഇവിടെ ആരെയാണ് അറിയാവുന്നത് എന്ന കൗതുകത്തോടെ നോക്കിയ ആബിദിനു ഷാക്കിറയെ കണ്ടതോടെ വണ്ടി ഒന്ന് പാളി. അതെ, തൻ്റെ ആദ്യ ഭാര്യ ഷാക്കിറ ഇതാ ഈ ബസ്സിൽ കയറിയിരിക്കുന്നു. ശരിക്കും അവൻ ഒന്ന് ഞെട്ടിപ്പോയി.
അതെ, അവൻ ആ ബസ് നിയന്ത്രണം വിടുമോ എന്ന് പോലും തോന്നിപ്പോയി. തൻ്റെ സുന്ദരിയായ ഭാര്യ ഷാക്കിറ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇരിക്കുന്നു. അതെ, അവന് എന്ത് തോന്നി? ഷാക്കിറക്ക് എന്ത് തോന്നി? തൻ്റെ ഭർത്താവാണ് അതിൽ ഡ്രൈവർ. അതെ, ശരിക്കും എന്താണ് സംഭവിച്ചത്? അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഒരു കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾ ആരൊക്കെ ഈ കഥ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് ഒരുപാട് വർഷങ്ങളായി പതിവുള്ള നിങ്ങളുടെ പേരുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ കമൻ്റ് ഇടാൻ കഴിയാത്തവരും ഒരുപാടുണ്ട് കേട്ടോ. അല്ലാഹു പടച്ച റബ്ബ് എല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു ദുഃഖകരമായ ഒരു വാർത്തയിൽ പറയാം. എൻ്റെ കൂടെയുള്ളൊരു പെണ്ണാണ് കേട്ടോ. വയനാട്ടിലാണ്. അതായത് ഞാൻ ജനിച്ചത് വയനാട്ടിലാണ്. എൻ്റെ ഉമ്മയുടെ വീട് അവിടെയാണ്. എൻ്റെ സ്വന്തം വീട്, ഉപ്പാൻ്റെ വീട് മലപ്പുറമാണ്, കോട്ടക്കൽ പുതുപ്പറമ്പ്. അപ്പോൾ അവിടെ ഒരു പെണ്ണ്, എൻ്റെ പ്രായമുള്ളൊരു പെണ്ണവിടെ മരണപ്പെട്ടു. നല്ല സുഖമായിരുന്നു. ഭർത്താവിൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വിസിറ്റിങ്ങിന് അങ്ങനെ എല്ലാ മാസം സ്കൂൾ പൂട്ടുമ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും. 3 മക്കളാണ്. അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ പോകാനൊക്കെ തയ്യാറായിക്കെ നിൽക്കണം. ചെറിയ മോനുണ്ട്, സഫമോളെ പ്രായമുള്ള മോനാണ്. പിന്നെ മൂത്ത 2 പെൺകുട്ടികളുമാണ് എൻ്റെ പോലെ തന്നെ. അപ്പോൾ അവൾ പോകാൻ സന്തോഷത്തോടു കൂടിയൊക്കെ നിന്നതായിരുന്നു. ഇന്നലെ രാത്രി 2 മണിക്ക് നെഞ്ചുവേദന വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരണപ്പെട്ടു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞു കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അവൾക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയൊക്കെ നല്ല രീതിയിൽ നോക്കും. അവർക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കും. കാറൊക്കെ ഉണ്ട്, സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ സ്വന്തം ചെയ്ത് നല്ലൊരു പെണ്ണായിരുന്നു. കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ വളരെ നല്ലൊരു ജീവിതമായിരുന്നു അവൾക്ക് ലഭിച്ചിരുന്നത്. ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആ മക്കൾക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പെറ്റ ഉമ്മ മരിച്ചു പോവുക, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും ഉള്ള സമയത്ത് മക്കൾ മരിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടമുള്ള സംഭവമാണ്. മാളുമാത്ത എന്ന പേരുള്ള ഉമ്മയാണ് അവരുടെ ഉമ്മ. എല്ലാ കാര്യത്തിനും വളരെ ആക്റ്റീവായിട്ടുള്ള ഉമ്മയാണ്. എല്ലാവരും സഹായിക്കണം. ആ ഉമ്മൻ്റെ മകളാണ് റഷീദ എന്നാണ് അവളുടെ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖി ജീവിതം സുഖപ്രദമാക്കി കൊടുക്കട്ടെ. ആമീൻ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ മരണം ഹൈറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ആമീൻ യാ റബ്ബൽ. അതാണുള്ള മെയിന്. അത് അവിടെ കഴിച്ചിലായി, നമ്മൾ കഴിച്ചിലായി. എല്ലാവരും പരസ്പരം ദുആ ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.